വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഈ കണ്ണ് വരയ്ക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്ന്. സത്യത്തിൽ ഈ കണ്ണ് വരയ്ക്കാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഒരു ഡ്രോയിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമുക്ക് കാണാം. ആദ്യം തന്നെ ഡ്രോയിങ് ഷീറ്റ്. 160 GSM മുകളിലുള്ള ഡ്രോയിങ് ഷീറ്റാണ് നല്ലത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഐവറി ഷീറ്റാണ്. ആർട്ട് ഷോപ്പിലൊക്കെ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് ഐവറി ഷീറ്റ്സ്. ഇനി നമുക്ക് പെൻസിൽസ് നോക്കാം. ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. ഷാർപ്പായിട്ടുള്ള ലൈൻസും സ്ട്രോക്സും ഒക്കെ ഇടാൻ ഇത് യൂസ് ചെയ്യാം. ഞാൻ പൊതുവെ ഗ്രിഡ് ഇടാനും ഔട്ട്ലൈൻ ഇടാനാണ് യൂസ് ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പ് ചെയ്ത് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അടുത്തത് ആർട്ട് ലൈൻ പെൻസിൽസ് ആണ്. 100 രൂപയുടെ താഴെ കിട്ടുന്ന ബെസ്റ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ സെറ്റാണ് ആർട്ട് ലൈൻ്റേത്. കുറച്ചുകൂടി നല്ല സെറ്റ് നോക്കുന്നവർക്ക് സ്റ്റെഡ്ലറിൻ്റെ മാസ് ലൂമോഗ്രാഫ് ഗ്രാഫൈറ്റ് പെൻസിൽസ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അഫോർഡബിൾ ആണെന്ന് പറയാനാവില്ല. 6 പെൻസിലിൻ്റെ ഒരു സെറ്റിന് തന്നെ ഏകദേശം 740 രൂപയോളം വരുന്നുണ്ട്. അടുത്തത് ചാർക്കോൾ പെൻസിൽസ് ആണ്. എപ്പോഴും ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ് കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന പെൻസിൽസ്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ 3 ടൈപ്പ് പെൻസിൽസാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റെഡ്ലർ ബ്രാൻഡിൻ്റെ തന്നെ ബ്ലാക്ക് എഡിഷനാണിത്. HB തൊട്ട് 8B വരെയാണ് ഈ ഒരു പെൻസിൽ സെറ്റ് ഉണ്ടാവുക. ഏകദേശം 750 രൂപയോളം വരുന്നത്. അടുത്തത് ഒരു സ്കെയിലാണ് ആവശ്യം. ഗ്രിഡ് മെത്തേഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്കെയിൽ കയ്യിലുണ്ടായിരിക്കണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അപ്സരയുടെ 5 രൂപ വില വരുന്ന നോർമൽ ഇറേസറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു മോണോ ഇറേസർ. ജസ്റ്റ് 20 രൂപ ഇതിന് വരുന്നുള്ളൂ. മോണോ ഇറേസറിൻ്റെ ആ ഒരു സൈസൊന്നും അല്ലെങ്കിലും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഇറേസർ നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആവശ്യമുള്ള പോലെ എഡ്ജ് കട്ട് ചെയ്തും കൊടുക്കാം. അടുത്തത് ഒരു ഇലക്ട്രിക് ഇറേസറാണ്. ഹൈലൈറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് ബ്രസ്റ്റോ ബ്രാൻഡിൻ്റെ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് ഇറേസറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഈ കാണുന്ന ക്ലേ പോലുള്ളതിൻ്റെ പേരാണ് നീഡബിൾ ഇറേസർ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വലിച്ചു നീട്ടി ഉരുട്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഷാർപ്നറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് അപ്സരയുടെയും ഡോംസിൻ്റെയൊക്കെയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു മാഴ്സിൻ്റെ മെറ്റാലിക് ഷാർപ്നർ. 60 രൂപയോളാണ് വരുന്നത്. ഇതിൽ 2 സൈസ് ഹോൾസ് ഉണ്ടായിരിക്കും. ആർട്ടിസ്റ്റുകൾ പൊതുവെ ഷാർപ്നർ വെച്ച് ഷാർപ്പ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള നൈസോ ബ്ലേഡ്സോ ആണ് യൂസ് ചെയ്യാറുള്ളത്. ചാർക്കോൾ പെൻസിൽസൊക്കെ ഷാർപ്നറിൽ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവാറുണ്ടല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇതുപോലെയുള്ള നൈഫ്സ് യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ മോണോ ഇറേസറും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് പെൻസിൽ എക്സ്റ്റെൻഡേഴ്സ്. പെൻസിലിന് നീളം കുറഞ്ഞു വരുമ്പോൾ അത് വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്റ്റെൻഡേഴ്സ് അതിനൊരു പരിഹാരമാണ്. ഇതിൻ്റെ 2 എഡ്ജിലും നമുക്ക് പെൻസിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് വരയ്ക്കാം. ഡോംസിൻ്റെ ചെറിയ കളർ പെൻസിൽ സെറ്റ് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു എക്സ്റ്റെൻഡർ കിട്ടിയത്. ഇതും സെയിം യൂസാണ്. കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇതെന്താണെന്ന് മനസ്സിലായോ? ബ്ലെൻഡിങ് സ്റ്റെംസ് എന്ന് പറയും. ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ബ്ലെൻഡായി കിട്ടണമെന്ന് തോന്നാറില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ബ്ലെൻഡിങ് സ്റ്റെംസ് യൂസ് ചെയ്യാം. ഇതിന് പകരം നമുക്ക് ബഡ്സ് ആയാലും മതി. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി ലാർജ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലാർജ് ഏരിയ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ടുള്ള ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെ കോട്ടൺ യൂസ് ചെയ്യാൻ പറ്റും. ഇത് മേക്കപ്പ് ബ്രഷാണ്. ഇതും ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഹാർഡായിട്ടുള്ള ബ്രഷസൊക്കെ ചാർക്കോളിനും സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഗ്രാഫൈറ്റിനും യൂസ് ചെയ്യും. സാൻഡ് പേപ്പറിന് കട്ട് ചെയ്തെടുത്താണിത്. നല്ലതുപോലെ പെൻസിൽ ഷാർപ്പ് ചെയ്യാനും ഇലക്ട്രിക് ഇറേസറിൻ്റെ ഷാർപ്പ് എഡ്ജാക്കി എടുക്കാനും നമ്മളിത് യൂസ് ചെയ്യും. ഗ്രാഫൈറ്റ് പെൻസിൽസൊക്കെ സാൻഡ് പേപ്പറിലിട്ട് ഉരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്രാഫൈറ്റ് പൗഡർ കിട്ടും. ഇതൊട്ടും വേസ്റ്റ് ആക്കണ്ട. അടുത്ത ഡ്രോയിങ്ങിൽ ഇത് ഷെയ്ഡ് ചെയ്യാനെടുക്കാം. ഇനിയുള്ളത് ഹൈലൈറ്റേഴ്സാണ്. കണ്ണ് വരച്ച സമയത്ത് ഹൈലൈറ്റേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. വൈറ്റ് ജെൽ പെന്നോ വൈറ്റ് അക്രിലിക് പെയിൻറ്റോ നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പോസ്ക മാർക്കർ കുറച്ച് എക്സ്പെൻസീവാണ്. ഇനി നമ്മളൊരു ഡ്രോയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഫിക്സേറ്റി സ്പ്രേ അടിച്ചു കൊടുക്കും. വരച്ചതിന് ശേഷം കൈയൊക്കെ തട്ടി നമ്മുടെ ഗ്രാഫൈറ്റൊക്കെ പരക്കാൻ ചാൻസ് ഉണ്ട്. ഡ്രോയിങ്ങും പേപ്പറും ഒന്നും നാശമായി പോകാതിരിക്കാൻ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഫിക്സേറ്റി സ്പ്രേ ചെയ്ത് കൊടുക്കാം. പേസ്റ്റൽ ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് സ്മെല്ല് ചെയ്യാനോ അടച്ച റൂമിലിരുന്നിട്ട് സ്പ്രേ ചെയ്യാനോ പാടില്ല. ഇനി മാസ്കിംഗ് ടേപ്പും ഇൻസുലേഷൻ ടേപ്പും. ഇതൊക്കെ നമ്മൾ ബോർഡർ കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടുള്ള ഡ്രോയിങ്സിലൊക്കെ നീറ്റായിട്ടുള്ള ബോർഡർ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ 4 വശവും ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഡ്രോയിങ് ചെയ്യാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.